കേരളത്തിലെ 9ാം ക്ലാസ്സിൽ നിന്ന് വിജയിച്ച് 10ാം ക്ലാസ്സിലേക്ക് എത്തിയ എല്ലാ വിദ്യാർത്ഥിനികൾക്കും അർദ്ധമായ സ്വാഗതം. നമുക്കറിയാം, ലോകം ഒരു മഹാമാരിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ജൂൺ 1-ാം തീയതി അധ്യയന വർഷം ആരംഭിക്കുവാൻ കഴിയാതെ പോയി. അതിന് മുന്നോടിയായി എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഓൺലൈൻ ക്ലാസ് നമ്മൾ സർക്കാർ പിക്ചേഴ്സ് ചാനൽ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥിനികളും അതിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യം അധ്യാപകരായ നമുക്കെല്ലാവർക്കും ഉണ്ട്. SLCയിലേക്ക് കടക്കുമ്പോൾ സാമൂഹ്യ ശാസ്ത്ര വിഷയം 9ാം ക്ലാസ് പോലെ തന്നെ നിങ്ങൾ 2 പുസ്തകങ്ങളാണ് പഠിക്കുന്നത്, SS1, SS2. SS1 എന്ന് പറയുന്നത് ചരിത്രവും പൗരധർമ്മവും സമൂഹശാസ്ത്രവും അടങ്ങിയ പുസ്തകമാണ്. 11ഓളം അധ്യായങ്ങളാണ് ആ പുസ്തകത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്. SS2 എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, വാണിജ്യശാസ്ത്രം, 10ഓളം അധ്യായങ്ങൾ. 10ാം ക്ലാസ്സിൽ സാമൂഹ്യശാസ്ത്ര വിഷയത്തിൽ നിങ്ങൾ SS1ഉം SS2ഉം അടക്കം 21 അധ്യായങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോൾ സാമൂഹ്യശാസ്ത്ര വിഷയം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ശക്തിയാണ് ആർജിക്കേണ്ടത്. പ്രതിബന്ധങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും എപ്പോഴും ജീവിതത്തിലുണ്ടാകും. അതിനെയെല്ലാം തന്മയത്തോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി തരണം ചെയ്ത് ജീവിത ലക്ഷ്യം നിർവഹിക്കുവാനും നേടുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് SS1ലെ ആദ്യത്തെ അധ്യായമാണ്, the first chapter. The name of the chapter is The Revolutions That Influenced the World. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. നിങ്ങളുടെ അധ്യായം ആരംഭിക്കുന്നത് കുമാരനാശാൻ്റെ ഉദ്ബോധിനി എന്ന കവിതയിലെ ചില വരികളോട് കൂടിയാണ്. എല്ലാവരും ആ വരികൾ കേട്ടിട്ടുണ്ടാവും, പുസ്തകത്തിലുണ്ട്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. നമുക്കറിയാം, ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടവരാണ്. എവിടെയാണോ മനുഷ്യൻ്റെ ഈ സ്വാതന്ത്ര്യത്തിന് ചങ്ങലകൾ വീഴുന്നത്, അവിടെ ജീവിതം താറുമാറാകും. ലോകത്തിലെ വിപ്ലവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇത്തരം സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത ജനങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യവും ഹനിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ ജനങ്ങൾ ധീരമായി ഭരണകൂടത്തിനെതിരെ നിലവിലുള്ള സാഹചര്യത്തിലെ അവർ പോരാടി. They started fighting against the social economic evils of the society. അപ്പോൾ എന്താണ് വിപ്ലവം? What is meant by revolution? വിപ്ലവം എന്ന് പറഞ്ഞാൽ നിലവിലുള്ളതിനെ മാറ്റി പുതിയ ഒന്നിനെ സൃഷ്ടിക്കലാണ് വിപ്ലവം. ദി ക്രിയേഷൻ ഓഫ് എ ന്യൂ തിങ് ബൈ ചേഞ്ചിങ് ദി എക്സിസ്റ്റിംഗ് വൺ. അപ്പം നിലവിലുള്ള സാഹചര്യത്തെ മാറ്റി പുതിയ ഒന്നിനെ സൃഷ്ടിക്കലാണ് വിപ്ലവം എന്ന് പറയാം. വിപ്ലവം. അങ്ങനെ ഈ അധ്യായത്തിൽ നമ്മൾ 5ഓളം വിപ്ലവങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് 1 അമേരിക്കൻ വിപ്ലവം അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, 2 ഫ്രഞ്ച് വിപ്ലവം, 3 ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, 4 റഷ്യൻ വിപ്ലവം, 5 ചൈനീസ് വിപ്ലവം. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ലോകത്ത് ഉണ്ടായ 5ഓളം വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. അപ്പം വിപ്ലവം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് വിപ്ലവം? നിലവിലുള്ളതിനെ മാറ്റി പുതിയ ഒന്നിനെ സൃഷ്ടിക്കലാണ് വിപ്ലവം എന്ന് പറയുന്നത്.
ഇനി ഈ വിപ്ലവത്തിലേക്ക് ജനങ്ങളെ തള്ളിവിട്ട അല്ലെങ്കിൽ വിപ്ലവത്തിൻ്റെ തീച്ചൂളയിലേക്ക് ജനങ്ങളെ മാനസികമായി എത്തിച്ച 2 സംഭവങ്ങൾ യൂറോപ്പിൽ ഉണ്ടായി. ഈ 2 സംഭവങ്ങളാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് വിപ്ലവത്തിൻ്റെ ആവേശം പകർന്നു കൊടുത്തത്. എന്തൊക്കെയാണത് നോക്കാം. അതിലൊന്ന് നവോത്ഥാനമാണ്. നവോത്ഥാനം എന്താണ് നവോത്ഥാനം? 15-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ ഒരു വൈജ്ഞാനികമായ വിപ്ലവമാണ് നവോത്ഥാനം. അതായത് മധ്യകാല ലോകത്ത് മനുഷ്യൻ്റെ എല്ലാ ചിന്തകളെയും എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ചിരുന്നത് മതം അല്ലെങ്കിൽ ഭരണാധികാരികളായിരുന്നു. അവർക്ക് ചോദ്യം ചെയ്യുവാനോ പ്രതികരിക്കുവാനോ ഒന്നും സ്വാതന്ത്ര്യമില്ലായിരുന്നു. നവോത്ഥാനത്തോടു കൂടി ജനങ്ങൾ നിലവിലുള്ള അവസ്ഥയ്ക്കെതിരെ ചോദ്യം ചെയ്യുവാൻ തുടങ്ങി. കാരണം നവോത്ഥാന ചിന്തകന്മാർ 5 ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചത്. എന്തൊക്കെയാണ് 5 ആശയങ്ങൾ? 1 മാനവികത. 2 യുക്തി ചിന്ത. 3 ശാസ്ത്രബോധം. 4 വിമർശന ബുദ്ധി. 5 അന്വേഷണ പാഠം. അപ്പോൾ നവോത്ഥാനം മുന്നോട്ട് വെച്ച 5 ആശയങ്ങളാണ് മാനവികത, യുക്തിചിന്ത, ശാസ്ത്രബോധം, വിമർശന ബുദ്ധി, അന്വേഷണ പാഠം. ഇത്തരം ആശയങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് പ്രതികരിക്കുവാനുള്ള, ചോദ്യം ചെയ്യുവാനുള്ള ശേഷി അവരിലുണ്ടാക്കി. അപ്പോൾ നവോത്ഥാനമാണ് ലോകത്ത് വിപ്ലവങ്ങളിലേക്ക് ജനങ്ങളെ നയിച്ച ഒരു ഘടകം. നവോത്ഥാനം. 2 ജ്ഞാനോദയമാണ്. ജ്ഞാനോദയം അല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റ്. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ റിനൈസൻസ്. റിനൈസൻസ് മീൻസ് ദ റീബർത്ത്. സോ റിനൈസൻസ് പുട്ട് ഫോർവേഡ് 5 important ideas. One is humanism. Second one is reasoning power. Then scientific temper. Then the critical minds and the spirit of enquiry. ഈ 5 ആശയങ്ങൾ നവോത്ഥാനത്തിലൂടെ ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നി. രണ്ടാമതാണ് ജ്ഞാനോദയം അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ് എന്ന് പറയാം. ജ്ഞാനോദയം അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ്. ജ്ഞാനോദയം എന്ന് പറഞ്ഞാൽ ശാസ്ത്രമേഖലയിലെ വിപ്ലവമാണ്. അതായത് ജ്ഞാനോദയം മുന്നോട്ട് വെച്ച ആശയങ്ങളുണ്ട്. അതിലൊന്നാണ് ജനാധിപത്യം. 2 സ്വാതന്ത്ര്യം. 3 ആശയമാണ് സമത്വം. 4 ദേശീയത. അപ്പോൾ ജ്ഞാനോദയം മുന്നോട്ട് വെച്ച 4 ആശയങ്ങൾ. The Enlightenment put forward 4 important ideas. One is democracy, second is freedom, and third one is equality, and fourth one is nationalism. അപ്പോൾ വിപ്ലവത്തിലേക്ക് ജനങ്ങളെ നയിച്ച 2 ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റ്സ് ആണ്. വൺ ഈസ് റിനൈസൻസ്, നവോത്ഥാനം, ആൻഡ് സെക്കൻഡ് വൺ ഈസ് എൻലൈറ്റൻമെൻറ്റ് അല്ലെങ്കിൽ ജ്ഞാനോദയം. ഈ 2 ആശയങ്ങൾ, 2 ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റ്സ് ജനങ്ങളുടെ മനസ്സിലേക്ക് വിപ്ലവത്തിൻ്റെ ആവേശം പകർന്നു കൊടുത്തു. അങ്ങനെ നിലവിലുള്ള സാഹചര്യങ്ങൾക്കെതിരെ ലോകത്തിൻ്റെ പല ഭാഗത്ത് പല സമയങ്ങളിലായിട്ട് വിപ്ലവങ്ങളുണ്ടായി. നമ്മുടെ ഫസ്റ്റ് അധ്യായത്തിൽ 5ഓളം വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിക്കുക. Then here the questions are:
വാട്ട് ഈസ് റെവല്യൂഷൻ, എന്താണ് വിപ്ലവം? രണ്ട്, വാട്ട് ആർ ദ ടു ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റ്സ് ദാറ്റ് പാവ്ഡ് ദ വേ ഫോർ ദ റെവല്യൂഷൻ, റെവല്യൂഷനിലേക്ക്, വിപ്ലവത്തിലേക്ക് നയിച്ച രണ്ട് ചരിത്ര സംഭവങ്ങൾ. വൺ ഈസ് റിനൈസൻസ്, നവോത്ഥാനം, ആൻഡ് സെക്കൻഡ് വൺ ഈസ് എൻലൈറ്റൻമെന്റ് അല്ലെങ്കിൽ ജ്ഞാനോദയം. ഇത്തരം ആശയങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് വിപ്ലവത്തിൻ്റെ ആവേശം പകർന്നു കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ഈ അധ്യായത്തിലെ ഒന്നാമത്തെ വിപ്ലവത്തിലേക്ക് വരികയാണ്. അതാണ് വിപ്ലവം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അമേരിക്കൻ വിപ്ലവം. അമേരിക്കൻ വിപ്ലവം. ഇനി ശ്രദ്ധിക്കുക, ഒരു വിപ്ലവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ 5ഓളം കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കേണ്ടത് പ്രധാനമായിട്ടും. ഒന്ന്, വിപ്ലവത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ. അതായത് ആ രാജ്യത്തെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ കാരണങ്ങൾ, അവസ്ഥ എന്തായിരുന്നു? ഇപ്പം ഘടകങ്ങൾ, അതായത് വിപ്ലവത്തിനിടയാക്കിയ കാരണങ്ങൾ അല്ലെങ്കിൽ വിപ്ലവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം അതിൻ്റെ ഘട്ടങ്ങളാണ്. അതായത് വിപ്ലവം എപ്പോൾ ആരംഭിച്ചു, എപ്പോൾ അവസാനിച്ചു. ഈ വിപ്ലവത്തിനിടയിലുണ്ടായ വിവിധ ചർച്ചകൾ, വിവിധ പ്രഖ്യാപനങ്ങളാവാം, സന്ധികളാവാം, ഉടമ്പടികളാവാം, അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് രണ്ടാമതായിട്ട് പഠിക്കേണ്ടത്. മൂന്നാമതായിട്ട് പഠിക്കേണ്ടത് ആ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ ആവേശം പകർന്നു കൊടുത്ത നേതാക്കന്മാരും ചിന്തകന്മാരുമായി കുറിച്ചാണ്. നാലാമതായിട്ട് വിപ്ലവത്തിൻ്റെ ഫലങ്ങളാണ്. എന്തെല്ലാം ദൂരവ്യാപകമായ ഫലങ്ങളാണ് വിപ്ലവം ഉണ്ടാക്കിയത്. അപ്പോൾ വിപ്ലവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ മനസ്സിലുണ്ടാവണം. ഒന്ന്, വിപ്ലവത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ. 2, വിപ്ലവത്തിൻ്റെ ഘട്ടങ്ങൾ, അതായത് വിപ്ലവം എപ്പോൾ ആരംഭിച്ചു, എപ്പോൾ അവസാനിച്ചു, അതിനിടയിലുണ്ടായ സംഭവ പരമ്പരകൾ, സംഭവവികാസങ്ങൾ. 3, വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാർ, വിപ്ലവത്തിലേക്ക് ജനങ്ങളെ മാനസികമായി തയ്യാറെടുപ്പിച്ച ചിന്തകന്മാർ, അവരുടെ ആശയങ്ങൾ, അവരെഴുതിയ പുസ്തകങ്ങൾ. നാലാമതായിട്ട് വിപ്ലവമുണ്ടാക്കിയ അനന്തരഫലങ്ങൾ. സോ ദ ഫസ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് പാവ്ഡ് ദ വേ ഫോർ ദ റെവല്യൂഷൻ, വിപ്ലവത്തിൻ്റെ ഘടകങ്ങൾ. 2, ദ സ്റ്റേജസ് ഓഫ് റെവല്യൂഷൻ, വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ആൻഡ് വെൻ ഇറ്റ് ends. And in between these, what are the important incidents occurred in a particular country during the period of revolution. And third one is the thinkers and the leaders who played an important role in the revolution, or they are created a sense of mind in the minds of the people for the revolution. Then the fourth and last one is the result of the revolution. Then we come to the American Revolution. 1774 ആരംഭിച്ച് 1781 അമേരിക്കൻ വിപ്ലവം നടന്നത്. So American വിപ്ലവം started in the year 1774 and ended in the year 1781. ഇപ്പം എന്താണ് അമേരിക്കൻ വിപ്ലവത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ? എന്തായിരുന്നു സാഹചര്യം? നമുക്കറിയാം, ഒരു കാലത്ത് എല്ലാ രാജ്യങ്ങളിലും യൂറോപ്യന്മാർ അവരുടെ മൈഗ്രേഷൻ നടത്തിയിരുന്നു, കുടിയേറ്റം നടത്തിയിരുന്നു. ഇവിടെയും യൂറോപ്യൻകാർ വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കുന്നു. അവരുടെ ലക്ഷ്യമെന്താണ്? അവിടുത്തെ വിഭവങ്ങൾ
കൈക്കലാക്കുക. So they want to accumulate the wealth of the North America. So they started their migration. അങ്ങനെ യൂറോപ്യന്മാർ, ഇംഗ്ലീഷുകാർ, ബ്രിട്ടൻ 13ഓളം കോളനികൾ ഇവിടെ സ്ഥാപിച്ചു, വടക്കേ അമേരിക്കയിൽ സ്ഥാപിച്ചു. ഇപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിലൊരു മാപ്പുണ്ട്, 13 കോളനികളുടെ പേരുണ്ട്. So the British, they started their migration and they established 13 colonies in North America. അങ്ങനെ നോർത്ത് അമേരിക്കയിൽ 13 കോളനികൾ സ്ഥാപിച്ച് അവ സുഖമായിട്ട് കഴിയുമ്പോൾ മാതൃരാജ്യമായ ബ്രിട്ടൻ എന്തു ചെയ്തു? അവരുടെ മേൽ ചില നികുതികൾ അടിച്ചേൽപ്പിച്ചു. നമുക്കറിയാം, ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി the parliament is enacting the laws or they are passing the laws. Only parliament can pass the laws and regulations because parliament representing the people of the country. Without the consent of the parliament, no leader can pass the laws. അപ്പം പാർലമെൻറ്റിൻ്റെ അംഗീകാരമില്ലാതെ നിയമങ്ങൾ പാസ്സാക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ബ്രിട്ടൻ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് രാജാവ് എന്ത് ചെയ്തു? പാർലമെൻറ്റിൻ്റെ അനുവാദം കൂടാതെ ചില നിയമങ്ങൾ വടക്കേ അമേരിക്കയിൽ അടിച്ചേൽപ്പിച്ചു. ആ നിയമങ്ങളാണ് നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് മർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ. മാതൃരാജ്യമായ ബ്രിട്ടൻ്റെ അനുവാദത്തോടു കൂടി വടക്കേ അമേരിക്കയിലെ കോളനികൾ വ്യാപാരികൾ നടപ്പിലാക്കിയ നിയമങ്ങളാണ് മർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ. ആ മർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങളുടെ പുസ്തകത്തിൽ 5ഓളം നിയമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് കോളനികളിൽ നിന്ന് എന്തെങ്കിലും വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുമ്പോൾ അത് ബ്രിട്ടീഷ് കപ്പലിൽ മാത്രമായിരിക്കണം. ദിസ് നാവിഗേഷൻ ആക്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രമാണങ്ങളോ മറ്റ് ലെറ്ററുകളോ കത്തുകളോ അയക്കുമ്പോൾ അതിൽ ബ്രിട്ടൻ്റെ മുദ്രയുണ്ടായിരിക്കണം. ദ സ്റ്റാമ്പ് ആക്ട്, മുദ്രാ നിയമം. പിന്നെ ഇറക്കുമതി കയറ്റുമതി നിയമങ്ങൾ, ടൗൺഷെൻഡ് നിയമങ്ങൾ, ഇങ്ങനെ മർക്കൻ്റലിസം അല്ലെങ്കിൽ മർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ. ഈ നിയമങ്ങൾ പാസ്സാക്കിയത് പാർലമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടിയാണ്. ഇത്തരം നിയമങ്ങൾ പാസ്സാക്കിയപ്പോൾ എന്ത് പറ്റി? ചില മുദ്രാവാക്യങ്ങൾ കോളനികളിലുണ്ടായി. അത്തരം ഒരു മുദ്രാവാക്യമാണ് ഞങ്ങളുടെ പുസ്തകത്തിലുള്ളത്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ആരാണ് ആ മുദ്രാവാക്യം മുഴക്കിയത്? ജെയിംസ് ഓട്ടിസ് എന്ന ചിന്തകൻ പറഞ്ഞു, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. നോ ടാക്സസ് വിതൗട്ട് റെപ്രസെൻറ്റേഷൻ. അങ്ങനെ ജെയിംസ് ഓട്ടിസ് പോലെയുള്ള ചിന്തകന്മാർ, അടുത്ത ഘട്ടങ്ങൾ നമ്മൾ വരുന്ന ചിന്തകന്മാർ എന്ത് ചെയ്തു? ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത്തരം നിയമവിരുദ്ധമായ കാര്യങ്ങളെ ബോധിപ്പിച്ചു. അത്തരം ചിന്തകന്മാരെ കുറിച്ച് നമ്മൾ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിലൊരാളാണ് ജെയിംസ് ഓട്ടിസ്, ദെൻ ജോൺ ലോക്ക്, തോമസ് പെയിൻ എന്നീ ചിന്തകന്മാർ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ, ജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളും മറ്റു കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിച്ചു. അതാണ് ചിന്തകന്മാരുടെ റോൾ ഓഫ് തിങ്കേഴ്സ്. ദെൻ ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഇവിടെ പ്രധാനപ്പെട്ട 5ഓളം വർഷങ്ങളും സംഭവങ്ങളുമാണ്. അതായത് 774 മുതൽ 5ഓളം വർഷങ്ങളെക്കുറിച്ചാണ് നിങ്ങളിവിടെ പഠിക്കേണ്ട ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ. അപ്പം എന്താണ് 774 എന്ന് പറയുമ്പോൾ? ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആണ്. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ വെച്ച് ജനങ്ങൾ അവരനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചുള്ള ഒരു മെമ്മോറാണ്ടം, ഒരു പരാതി രാജാവിന് മുമ്പാകെ സമർപ്പിച്ചു. പക്ഷെ രാജാവ് സ്വീകരിച്ചില്ല, അപ്പാടെ തള്ളിക്കളഞ്ഞു. നെഗ്ലക്റ്റഡ് all the complaints the people put forward. So in 1775, the Second Philadelphia Continental Congress, in that
Continental Congress, the people selected ജോർജ് വാഷിങ്ടൺ ആസ് their leader. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ വെച്ച് ജോർജ് വാഷിങ്ടനെ അവരുടെ നേതാവായിട്ട് തിരഞ്ഞെടുക്കുന്നു. ദെൻ 776 നമ്മൾ ലോകത്തിൻ്റെ മനുഷ്യാവകാശ സംരക്ഷണത്തിൻ്റെ പാതയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ദ അമേരിക്കൻ ഫ്രീഡം ഡിക്ലറേഷൻ ഇൻ 1776. ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന 2 പേരാണ് ഇതിന് നേതൃത്വം കൊടുത്തത് 1776. 1781 സമരം അല്ലെങ്കിൽ വിപ്ലവം അവസാനിക്കുകയാണ്. കോളനിവാസികളും മാതൃരാജ്യമായ ബ്രിട്ടനും തമ്മിലുള്ള റവല്യൂഷൻ അവസാനിക്കുന്നു 1781. 1783 അമേരിക്ക ലോകത്തെ ആദ്യത്തെ ഫെഡറൽ റിപ്പബ്ലിക്കൻ രാഷ്ട്രമായിട്ട് മാറുന്നു. ഒരു ഭരണഘടന നിലവിൽ വരുന്നു. ജെയിംസ് മാഡിസൺ അതിന് നേതൃത്വം കൊടുക്കുന്നു. ആൻഡ് ലോകത്തെ ഏറ്റവും ചെറിയ ബ്രീഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് അമേരിക്കയിൽ തയ്യാറാകുന്നു. അങ്ങനെ അമേരിക്ക ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കൻ രാഷ്ട്രമായിട്ട് മാറും. ഇതാണ് ഈ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ 5ഓളം വർഷങ്ങളെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ബുക്കിലുണ്ട്. 1774 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇൻ 1775 and 1776 the Declaration of Freedom, and 1781 the revolution ends between the colonies and the mother country Britain, and 1783 America became a democratic republican country in the world. And last point ആണ് ഇതിൻ്റെ റിസൾട്ട്സ്, അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ്, അമേരിക്ക became a democratic federal republican country in the world. അപ്പോൾ റിപ്പബ്ലിക്കൻ എന്ന ആശയം അല്ലെങ്കിൽ ഫെഡറേഷൻ എന്ന ആശയം ലോകത്തിന് ആദ്യം സമ്മാനിച്ചത് അമേരിക്കൻ വിപ്ലവമാണ്. രണ്ടാമത്, മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ഈ വിപ്ലവം വലിയൊരു ആവേശം പകർന്നു കൊടുത്തു. This revolution is a great inspiration to the human rights workers for their further activities. മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയൊരു ആവേശം പകർന്നു കൊടുത്തു. മറ്റുള്ള വിപ്ലവങ്ങൾക്ക് ഇതൊരു ആവേശം പകർന്നു കൊടുത്തു, അല്ലെങ്കിൽ പ്രചോദനമേകി. അങ്ങനെ ലോകത്തെ ഏറ്റവും ജനാധിപത്യ റിപ്പബ്ലിക്കൻ ഫെഡറൽ രാജ്യമായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന അമേരിക്ക മാറി. ഇതാണ് അമേരിക്കൻ വിപ്ലവം. അപ്പോൾ അധ്യായത്തിലെ ഒന്നാമത്തെ വിപ്ലവമാണ് അമേരിക്കൻ വിപ്ലവം. വിപ്ലവങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വിപ്ലവങ്ങളിലേക്ക് നയിച്ച ഘടകങ്ങളാണ്, സാഹചര്യങ്ങളാണ്. രണ്ടാമതായിട്ട് അതിൻ്റെ ഘട്ടങ്ങൾ. മൂന്നാമതായിട്ട് റോൾ ഓഫ് തിങ്കേഴ്സ് ആൻഡ് ലീഡേഴ്സ്, ചിന്തകന്മാർ, അവരുടെ സ്വാധീനം. നാലാമതായിട്ട് ഒരു വിപ്ലവം ഉണ്ടാക്കിയ ഫലങ്ങൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പം എന്താണ് വിപ്ലവം? ലോകത്ത് വിപ്ലവത്തിലേക്ക് ജനങ്ങളെ നയിച്ച 2 സംഭവങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന് നവോത്ഥാനം, റിനൈസൻസ്. സെക്കൻഡ് വൺ ഈസ് എൻലൈറ്റൻമെൻറ്റ് അല്ലെങ്കിൽ ജ്ഞാനോദയം. ഈ 2 ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു വിപ്ലവ വീര്യം പകർന്നു കൊടുത്തത്? ദെൻ നമ്മൾ കണ്ടു അതിനെ തുടർന്ന് ലോകത്തുണ്ടായ ഒരു വിപ്ലവമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യസമരം അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവം. 1774 ആരംഭിച്ചു, 1781 അവസാനിച്ച വർഷക്കാലം നീണ്ടുനിന്നു. അമേരിക്കൻ വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട കാരണമാണ് മെർക്കൻ്റലിസ്റ്റ് നിയമം. നമ്മുടെ പുസ്തകത്തിലുണ്ട്, വളരെ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട് എന്താണ് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ, പ്രധാനപ്പെട്ട മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്തൊക്കെയാണ്. ദെൻ ചിന്തകന്മാർ, ഇവിടെ 3 പേരെ നമ്മൾ പരിചയപ്പെടുന്നു. തോമസ് പെയിൻ, ജോൺ ലോക്ക് ആൻഡ് ജെയിംസ് ഓട്ടിസ്. അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ആ ആശയങ്ങൾ എങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സിൽ വിപ്ലവാവേശം പകർന്നു കൊടുത്തത്. ദെൻ വിപ്ലവത്തിൻ്റെ ഘട്ടങ്ങൾ, 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്,
1775 രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ്, 1776 ദ ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം ബൈ അമേരിക്ക, അതിന് നേതൃത്വം കൊടുത്ത തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ദെൻ 1781 എന്ത് ചെയ്യുന്നു? വിപ്ലവം അവസാനിക്കുന്നു. അങ്ങനെ 83 പാരീസ് ഉടമ്പടിയുടെ ഫലമായിട്ട് വിപ്ലവം അവസാനിക്കുന്നു. അങ്ങനെ 83 അമേരിക്ക, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന അമേരിക്ക, ലോകത്തെ ആദ്യത്തെ വൻ ശക്തിയായിട്ട് റിപ്ലിക്കൻ അല്ലെങ്കിൽ ജനാധിപത്യ ഫെഡറൽ രാഷ്ട്രമായിട്ട് മാറുന്ന ആ ഘട്ടങ്ങൾ. ദെൻ വിപ്ലവത്തിൻ്റെ അനന്തരഫലങ്ങൾ, അതായത് റിപ്ലിക്കൻ ആശയം ആദ്യമായിട്ട് പകർന്നു കൊടുത്തു, മറ്റ് വിപ്ലവങ്ങൾക്ക് ആവേശം പകർന്നു കൊടുത്തു, പ്രചോദനമേകി, മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് ഇത് ഒരു പിൻബലം കൊടുത്തു. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു എഴുതപ്പെട്ട ബ്രീഫസ്റ്റ് ഭരണഘടന അമേരിക്കയിൽ ഉണ്ടായി. താങ്ക് യു.